ഹലോ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ റൂം മേക്ക് ഓവറിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഐക്കാർട്ടിലാണെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ ദേവാടെ ടേബിൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇത് നമ്മൾ പിറ്റേ ദിവസമാണ് ബാക്കി പോർഷൻ നമ്മൾ ചെയ്യുന്നത്. ഇത് ദേവാടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് USB വയർ ഉണ്ട്, റീചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ ഡയറക്റ്റ് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ സെൻസറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ഇത് ഓൺ ആവും കേട്ടോ. നമുക്ക് പല മോഡിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് മാഗ്നറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ കൂടെ 4 മാഗ്നറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവാണേ. പിന്നെ അടുത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് 8 എണ്ണത്തിൻ്റെ ആണോ 10 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ അത്രയും സെറ്റിന് 200 സംതിങ് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ കേട്ടോ ഈ ലീഫ്. അപ്പോൾ ദേവായ്ക്ക് ഇങ്ങനെ ചെടി വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തതാണ്. ദേവയുടെ ഒരു ടോയ് സെറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇതിന് ചെടിച്ചട്ടി പോലെയൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് നമ്മളിവിടെ ഇങ്ങനെ ഈ താഴേന്ന് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന രീതിയിൽ നമ്മളതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ മുകളിലിരിക്കുന്ന ലെറ്റർ ഡിയും ഇതും നമ്മൾ മീഷോയിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. ഇവിടെയുള്ള ഈ ചെറിയ ബുദ്ധാസ് ഉണ്ടല്ലോ, ഇത് 4 എണ്ണം നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അടുത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് LED സ്ട്രിപ്പാണ്. ഇതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ബെഡിൻ്റെ സൈഡിൽ നമ്മുടെ ബങ്ക് ബെഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ താഴത്തെ ബെഡിൻ്റെ സൈഡിൽ വോളിലായിട്ട് ഒരു ഷെൽഫ് വരുന്നുണ്ട്, ഒരു പ്ലെയിൻ ഒരു ഷെൽഫ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ജസ്റ്റ് ഒരു വാം ലൈറ്റ് കൊടുക്കാം, ഒരു രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ഇതാണ് കേട്ടോ. കുറച്ച് നല്ല സൂപ്പർ ഇതായിരുന്നു. ഇത് വെച്ചാൽ രാത്രി ഇട്ടാ നല്ല ലൈറ്റാണ്, നല്ലപോലെ കിടക്കാൻ പറ്റുമായിരുന്നു. ദേവ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയതാട്ടോ. ദേവയ്ക്ക് അതിൻ്റെ അടിയിൽ ലൈറ്റ് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് ആ ഒരു സെറ്റ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ നമ്മൾ തുറന്ന് നോക്കിയതായിരുന്നു. ഇതൊരു ഡെക്കോർ പീസാണ് കേട്ടോ. നമുക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ഡെക്കോർ സെറ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്നുണ്ട്. ഈ റൂമിലേക്കല്ല നമ്മൾ വാങ്ങിച്ചത്, അപ്പുറത്തെ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ തുറന്ന് നോക്കിയതാണ്. പിന്നെ നമ്മൾ ഈ ബെഡിൻ്റെ ഒന്നും കവറ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മളത് പൊട്ടിക്കുകയാണ്. ഇനി ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ബെഡും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കവറെല്ലാം നമ്മൾ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിവിടെ സ്റ്റിച്ചറിൻ്റെ ഇവിടെ കഠിന അധ്വാനത്തിലാണ്. പിന്നെ ഇത് പില്ലോ നമ്മൾ ഇതും നമ്മൾ സ്ലീപ്പ് വെല്ലിൻ്റെ തന്നെ പില്ലോ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 4 പില്ലോ ആയിരുന്നു. നമ്മൾ 3 പില്ലോ ആണോ 3 പില്ലോ ഓക്കെ. നമ്മൾ 3 പില്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പില്ലോയുടെ കവറെല്ലാം എടുത്ത് എല്ലാം നമ്മൾ ബെഡിന് സെറ്റാക്കാനായിട്ട് പോവാണേ. ഈ ഒരു ബെഡ്ഷീറ്റ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. ഇത് ഡബിൾ ബെഡിൻ്റെ നോക്കി ഞാൻ വാങ്ങിച്ചതായിരുന്നു. നമ്മുടെ മുകളിലെ ആ ഒരു ബങ്ക് ബെഡിൻ്റെ മുകളിലത്തെ ആ ഒരു കട്ടിലുണ്ടല്ലോ, അത് നമ്മൾ സൈസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പ്രോപ്പർ സൈസിലേതല്ല നമുക്ക് കിട്ടുന്നത്. കുറച്ച് വലിപ്പത്തിലുള്ള ബെഡ്ഷീറ്റായിരുന്നു കിട്ടിയത് കേട്ടോ. ഇത് ഞാൻ ശരിക്കും ഇതിങ്ങനെ കവർ പോലെയുള്ള ബെഡ്ഷീറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നോർമൽ ബെഡ്ഷീറ്റാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അങ്ങനെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു, നല്ല ബെഡ്ഷീറ്റാണ്. ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇല്ല, എന്നാലും ഓക്കെയാണ്. ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന പില്ലോ കവറ് നമ്മുടെ കയ്യിലുള്ള പില്ലോയുടെ സൈസിന് കുറച്ച് ചെറുതായിരുന്നു. അതുകൊണ്ട് പില്ലോ ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ടാമത്തെ സെറ്റ് ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവർ പക്ഷേ കറക്റ്റ് സൈസായിരുന്നു കേട്ടോ. എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അത്യാവശ്യം നല്ലൊരു സെറ്റാണ്, കുഴപ്പമില്ല കേട്ടോ. പ്രൈസ് അങ്ങനെ ഒരുപാടൊന്നും പറയാനില്ല, ഒരു 300 ആ ഒരു റേഞ്ചിൽ വരുന്നൊരു സെറ്റായിരുന്നു. അപ്പോൾ അതായത് കണ്ടോ, ഈ ഒരു തലയാണ കവർ മാത്രമേ ഉള്ളൂ കുറച്ച് പണി കിട്ടിപ്പോയത്. സൈസ് കുറച്ച് ചെറുതായിരുന്നു. ഈ തലയാണ ഇങ്ങനെ ഭയങ്കര ബുമ്മെന്ന് നിൽക്കുന്ന തലയാണയായിരുന്നു. പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ മുകളിലിടാൻ വാങ്ങിച്ച ആ ഷീറ്റിൻ്റെ തലയാണ കവർ കറക്റ്റ് സൈസായിരുന്നേ. അങ്ങനെ ബെഡെല്ലാം സെറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇത് ദേവയുടെ ചെയറാണ്. ഇത് ദേവയ്ക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചതായിരുന്നു. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ചെയറിൻ്റെയൊക്കെ കവറൊന്നും നമ്മൾ ഇളക്കി മാറ്റിയിട്ടില്ല. ഇത് നല്ല ചെയറായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു.
നല്ല ഫ്ലഫി ആയിരുന്നു. പിന്നെ ഇതിന്റെ സൈസ് നമുക്ക് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നല്ല സുഖം, നല്ല ഫ്ലഫി, നല്ല നല്ല ചെയറാണ്. എനിക്കും ഒരു ചെയർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് ദേവാടെ ചെയറാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് കവറെല്ലാം നമ്മൾ പൊട്ടിച്ച് മാറ്റുകയാണേ. അങ്ങനെ നമ്മുടെ റൂം ഒരുവിധം സെറ്റായിട്ടുണ്ട്. നേരത്തെ കിടന്ന ആ ഒരു കോലവും ഇപ്പോഴത്തെ ആ കോലവും കൂടെ നോക്കി. പിന്നെ ഞാനിത് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. അതാ ഇവിടെ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലവർ വേസും ഈ ഒരു ഫ്ലവറും നമ്മൾ മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അതേപോലെ തന്നെ ദേവുവിൻ്റെ ഇതാണ് കേട്ടോ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇതെല്ലാം നമ്മളിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് ലുക്ക് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ റൂമിൽ നമ്മളിവിടെ ഒരു ടേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയും ആകെ മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ്. എല്ലാം ഇങ്ങനെ വെറുതെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നിറച്ച് പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളതെല്ലാം ഇതിൻ്റെ പുറത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് തുടച്ചെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ആ ഷെൽഫും എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കുകയാണേ. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഡ്രോയറാണ് വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഡ്രോയിൽ വെറുതെ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുകയാണ്. ഞാൻ നമ്മൾ കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദേവുവിൻ്റെ ടേബിളിനകത്ത് നമ്മൾ വെച്ചില്ലേ, ആ സെയിം ഓർഗനൈസർ വെച്ചിട്ട് ഇവിടെയും നമ്മളെല്ലാ സാധനങ്ങളും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പം കാണാനും ഒരു ഭംഗിയാണ്, സാധനങ്ങൾ പ്രോപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് എടുക്കാനും എളുപ്പം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതായിരിക്കും. വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മെനക്കേടാണ് കേട്ടോ. എടുക്കുമ്പോഴാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ഓർഗനൈസർ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണേ. പിന്നെ നമ്മൾ ഇവിടുത്തെ വോൾ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇളക്കിയിട്ട് അതും കൂടി ഒന്ന് നമ്മൾ ഇതേപോലെ വാളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. റൂമിൽ നമ്മൾ ഡെക്കോ പീസൊക്കെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ വാങ്ങാമെന്ന് വെച്ചു. പിന്നെ എന്താ പറയുക, ഈ റൂമിലും നമ്മൾ ഇതേപോലെ ലെറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു എസും കെയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ദേവക്കുട്ടൻ്റെ റൂം കണ്ടു നോക്കാമേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇവിടെ നമ്മൾ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിറർ, ഈ മിറർ നമ്മൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ലൈറ്റ് കത്തും, ലൈറ്റൊക്കെ ഉള്ള മിററാണ്. പിന്നെ അതുപോലെ നമ്മളൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബീൻ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലൈറ്റൊക്കെ അടുത്ത വാം ലൈറ്റൊക്കെ, ആ സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ ഒട്ടിച്ചില്ലേ, അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. ഇത് നമുക്ക് ലാസ്റ്റാണ് കേട്ടോ ഈ സാധനം വന്നത്, ഫോക്കസ് ഓൺ യുവർ ഡ്രീം എന്നും പറഞ്ഞിട്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ആ കോഡ് അത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകൾ വശവും കൂടെ ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാം. അപ്പോൾ ബൈ ബൈ.